ഹലോ, പാവയ്ക്ക കൊണ്ടൊരു മെഴുക്ക് വരട്ടിയാലോ? പാവയ്ക്ക ഒട്ടും ഇഷ്ടമില്ലാത്തവർക്കും ഇതെന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് ചോറിനൊക്കെ കഴിക്കാം. കഴുകി വൃത്തിയാക്കിയ പാവയ്ക്ക ദാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ശേഷം ചൂടായ ഫ്രൈങ് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കൂടാതെ നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പാവയ്ക്ക അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തുറന്ന് വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇതൊന്ന് വഴന്നു വരാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ വഴറ്റി കൊടുത്താൽ മതി. നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. പാവയ്ക്ക അത്യാവശ്യം വഴന്നു വന്ന ശേഷം നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. സവോളയും കൂടി ആഡ് ചെയ്ത ശേഷം വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വഴറ്റിക്കൊണ്ടിരിക്കുക. രണ്ടും കൂടെ നന്നായിട്ട് വഴന്നു വന്ന ശേഷം നമുക്ക് അതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, ഉപ്പ് ഇത്ര ആഡ് ചെയ്ത് ഒന്നും കൂടെ വഴറ്റി യോജിപ്പിക്കും. ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ആഡ് ചെയ്യാം. പിന്നീട് കറിവേപ്പില ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. വഴന്നു വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. പാവയ്ക്ക മെഴുക്ക് വരട്ടി റെഡിയാണ്. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ.